ശരിയാണ്. അര പോയിന്റ് അവർക്ക് ലഭിക്കുന്നു. ഓക്കെ, ഇത് റാപ്പിഡ് ഫയർ എന്നാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ 10 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നത് നിങ്ങളെല്ലാ ചോദ്യത്തിനും കൂടെ ഒരു മിനിറ്റിനകത്ത്. ഓക്കെ, ഓരോ ടീമിനോടാണ് ചോദിക്കുന്നത്, മിക്സ്ഡ് അല്ല. ഒരു ടീമിനോട് 10 ചോദ്യം ചോദിക്കും. 10 ചോദിക്കും വായിക്ക് ഉത്തരം പറയുകയും കൂടെ ഒരുമിച്ചായിരുന്നു. ശരി തെറ്റ് എന്ന് മാത്രമേ, അല്ലെങ്കിൽ യെസ് ഓർ നോ മാത്രമേ ഞാൻ ഉത്തരം പറയുള്ളൂ. നോ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ പറയാം, നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾ പാസ് പറഞ്ഞാൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കും. പാസ് ചെയ്ത ക്വസ്റ്റ്യനിലേക്ക് പിന്നെ വരത്തില്ല, പിന്നെ തിരിച്ചു വരത്തില്ല. മോശയുടെ ഭാര്യ ചിപ്പോറ, ശരി. വൈക്കോലിന് പകരം എന്ത് ശരിയാണ്? ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും നിറഞ്ഞിരിക്കുന്നവൻ, ശരി. കൽമഴയിൽ നശിക്കാത്തത് എന്ത്? കൽമഴയിൽ നശിക്കാത്തത് എന്ത്? നശിക്കാത്തത് എന്ത്? ഗോതമ്പും ചോറും. കറക്റ്റ്. അനീതിയുടെ കൂലി കൊണ്ട് നിലം മേടിച്ചവൻ, യൂദ, ശരി. ഇത്താലിക്ക പട്ടണത്തിലെ ശതാധിപൻ, കൊർന്നേലിയോസ്, ശരി. അനന്യാസ് ഏത് തെരുവിലാണ് ശൗലിനെ കണ്ടത്? നേർവീതി, ശരി. ബൈബിളിലെ 41ാമത്തെ പുസ്തകം ഏത്? മർക്കോസ്, ശരി. ആദാമിന്റെ ആയുഷ്കാലം 930. ശരിയാണ്. 10 ചോദ്യങ്ങൾക്ക് ദൂതന്റെ അടി കിട്ടി, ഏഞ്ചലിന്റെ അടി കിട്ടി. ശരി, എസെക്കിയേൽ പ്രവചനത്തിന്റെ
അതെ. തൊട്ട് മുമ്പുള്ള Abraham and Isaac. The Lamentations സാധ്യതയുള്ള അവസാന മിനിറ്റാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ് ചിലപ്പോൾ എല്ലാവരും ഇതുവരെ നടന്ന ബിസിനസ്സിനുള്ള ബന്ധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് അവർക്കെല്ലാം ഒരു കൈ യെസ്. ഓക്കെ, ലളിതമായി എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. വീണ്ടും ടൈം സ്റ്റാർട്ട്സ് നൗ. മോശയുടെ ശരി,